ഇന്ത്യയുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞു വദ്വാൻ തുറമുഖം. മഹാരാഷ്ട്രയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ലോക ചർച്ചയാവുകയാണ്. ഒന്നും രണ്ടുമല്ല, 76,000 കോടി രൂപയുടെ വദ്വാൻ തുറമുഖത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചതോടെ ഇന്ത്യ ചടുലമായ നീക്കങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. തുറമുഖത്തിന് പുറമെ രാജ്യവ്യാപകമായി മത്സ്യബന്ധന മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഉൽപാദനക്ഷമതയും ഉയർത്താൻ ലക്ഷ്യമിട്ട് ഏകദേശം 1,560 കോടി രൂപയുടെ 218 ഫിഷറീസ് പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് വളരെ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങുകയാണ് വദ്വാൻ തുറമുഖം. അത് അടിവരയിട്ട് പറയണം. യുഎസുമായുള്ള സമുദ്രബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാകും ഈ പുതിയ തുറമുഖം. മഹാരാഷ്ട്രയുടെ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ഇതിന് കഴിയും എന്നതിൽ തർക്കമില്ല. അപ്പോൾ എന്താണ് ഈ വദ്വാൻ തുറമുഖം? അതിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ വ്യാപാര ശേഷി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അത്യാധുനിക സമുദ്ര ഗേറ്റ് വേ സൃഷ്ടിക്കുകയാണ് വദ്വാൻ തുറമുഖ പദ്ധതി ലക്ഷ്യമിടുന്നത്. വലിയ കണ്ടെയ്നർ കപ്പലുകൾക്കും വലിയ ചരക്ക് കപ്പലുകൾക്കും സൗകര്യമൊരുക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ തുറമുഖം പാൽഘർ ജില്ലയിലെ ദഹാനുവിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴത്തിലുള്ള തുറമുഖങ്ങളിലൊന്നായി മാറാൻ ഒരുങ്ങുകയാണ്. ഈ സൗകര്യം അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകളിലേക്കും ബന്ധിപ്പിക്കുന്നു. യാത്രാ സമയവും ചിലവും കുറയ്ക്കുന്നു. തുറമുഖത്തിന് പുറമെ രാജ്യവ്യാപകമായി മത്സ്യബന്ധന മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അതേപോലെ തന്നെ ഉൽപാദനക്ഷമതയും ഉയർത്താൻ ലക്ഷ്യമിട്ട് ഏകദേശം 1,560 കോടി രൂപയുടെ 218 ഫിഷറീസ് പദ്ധതികൾ ചെറിയ കാര്യമല്ല. ഈ സംരംഭങ്ങൾ 5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 360 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയായ വെസൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ നാഷണൽ റോൾ ഔട്ടും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. 13 തീര സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യന്ത്രവൽകൃതവും അതേപോലെ മത്സ്യബന്ധന യാനങ്ങളിൽ ഘട്ടം ഘട്ടമായി 1 ലക്ഷം ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിക്കുവാനാണ് ഈ സംരംഭം പദ്ധതിയിടുന്നത്. ഫിഷറീസ് മേഖലയിലെ കൂടുതൽ മുന്നേറ്റങ്ങളിൽ ഫിഷിംഗ് ഹാർബറുകളുടെയും സംയോജിത അക്വാ പാർക്കുകളുടെയും വികസനം ഉൾപ്പെടുന്നുണ്ട്. ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും മാർക്കറ്റുകളും ഉൾപ്പെടെ മത്സ്യബന്ധന അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനുമുള്ള പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടിരിക്കുകയാണ്. വദ്വാൻ തുറമുഖം വലിയ കണ്ടെയ്നർ കപ്പലുകൾ വിതരണം ചെയ്തും ആഴത്തിലുള്ള ഡ്രാഫ്റ്റുകൾ വാഗ്ദാനം ചെയ്തും അൾട്രാ ലാർജ് ചരക്ക് കപ്പലുകളെ ഉൾക്കൊള്ളിച്ചും രാജ്യത്തിന്റെ വ്യാപാര സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു ലോകോത്തര സമുദ്ര ഗേറ്റ് വേ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആഴത്തിലുള്ള ബർത്തുകൾ, കാര്യക്ഷമമായ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ആധുനിക തുറമുഖ മാനേജ്മെന്റ് സംവിധാനങ്ങൾ എന്നിവ വദ്വാൻ തുറമുഖത്തിൽ സജ്ജീകരിക്കും. വദ്വാൻ തുറമുഖം ഇന്ത്യയുടെ നാവിക ബന്ധം വർദ്ധിപ്പിക്കുമെന്നും ആഗോള വ്യാപാര കേന്ദ്രമെന്ന നിലയിൽ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലുള്ള മുംബൈ തുറമുഖത്തിനും ജവഹർലാൽ നെഹ്റു തുറമുഖത്തിനും ഒപ്പം മഹാരാഷ്ട്രയിലെ മൂന്നാമത്തെ പ്രധാന തുറമുഖമായിരിക്കും 76,220 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന വദ്വാൻ തുറമുഖം. വദ്വാൻ തുറമുഖത്തിന്റെ നിർദ്ദിഷ്ട സ്ഥലം പാൽഘർ ജില്ലയിലെ ദഹനു താലൂക്കിലാണ്. ഇത് ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റിയുടെയും മഹാരാഷ്ട്ര മാരിടൈം ബോർഡിന്റെയും സംയുക്ത സംരംഭമായി വികസിപ്പിക്കും. 16,906 ഹെക്ടർ തുറമുഖ പരിധിയിൽ വരുന്ന തുറമുഖത്തിന്റെ വിസ്തൃതി 17,471 ഹെക്ടർ വരും. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് തുറമുഖമായ ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കുവാൻ വദ്വാൻ തുറമുഖം വരുന്നതോടെ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവയുടെ സമീപവും ഇന്ത്യയിലെ മിക്ക ചരക്ക് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശനക്ഷമതയും കാരണം നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം പ്രയോജനകരമാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. വദ്വാൻ തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ കടലിൽ നിന്ന് 1,448 ഹെക്ടർ വീണ്ടെടുക്കൽ ഉൾപ്പെടുന്നു. കൂടാതെ 20 മീറ്റർ ആഴത്തിലുള്ള ഡ്രാഫ്റ്റുള്ള സ്ഥലത്ത് ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നും നിലവിൽ താരതമ്യപ്പെടുത്താവുന്ന ഡ്രാഫ്റ്റ് ഇല്ല. ഇത് മെഗാ ഷിപ്പിംഗ് വെസലുകളുടെ ബർത്തിംഗ് പരിമിതപ്പെടുത്തുകയും ചില ഷിപ്പിംഗ് ലൈനുകൾ ഇന്ത്യയെ മറികടക്കുകയും ചെയ്യുന്നു. താരതമ്യപ്പെടുത്തുമ്പോൾ ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന് 15.5 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ട്. ഇത് രാജ്യത്തെ നിലവിലുള്ള പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും ആഴമുള്ളതാണ്. ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രാദേശിക ബിസിനസ്സുകളെ ഉത്തേജിപ്പിക്കുന്നതിനും പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനത്തിന് സംഭാവന നൽകുന്നതിനും ഈ പദ്ധതി വലിയ സംഭാവന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിലും കർശനമായ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സുസ്ഥിരമായ സമ്പ്രദായങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വദ്വാൻ തുറമുഖത്തിന്റെ വികസനം.